ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചിയാണെങ്കിൽ രവിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, മോനെ അപ്പം നീ ഇന്ന് രാത്രി ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നില്ലേ? ഇല്ല അച്ഛാ, ഞാൻ ഇന്ന് ഇവിടെ കൂടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലാണ് എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു കഴിയുമ്പം ചന്ദ്രമതിയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ചന്ദ്ര ഇങ്ങോട്ട് വന്നു. എന്നിട്ട് രവിയുടെ അടുത്ത് ചോദിച്ചു, എൻ്റെ മനുഷ്യ അവർ രണ്ടുപേരും ഒരു സ്ഥലത്താണെന്നോ? നിങ്ങളിത് എന്തൊക്കെയാ ഈ പറയുന്നത്? രേവതിയെ അവളുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞയച്ചതാണല്ലോ. അതേടി, പക്ഷേ സച്ചി ഇന്ന് അവളുടെ വീട്ടിൽ ചെന്നു, അവിടുന്ന് ഫുഡ് കഴിച്ചു എന്നാണ് പറഞ്ഞത്. എന്തായാലും അവൻ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രവി ഇങ്ങനെ പറഞ്ഞതും ചന്ദ്രയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അതേ, അവളെ അവളുടെ വീട്ടിലേക്ക് ആക്കിയത് ആടിമാസം ആയതുകൊണ്ട് രണ്ടുപേരും മാറി താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് ഇത് എന്തൊക്കെയായി കേൾക്കുന്നത്? ആ രേവതി അവൾ മനഃപൂർവ്വം അവനവിടെ പിടിച്ചു വെക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ തക്കവും കൂടി നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് ചന്ദ്ര. എൻ്റെ ചന്ദ്രെ, അവൻ സമാധാനമായിട്ട് അവിടെ എങ്ങാനും നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് രവി ആണെങ്കിലോ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇങ്ങനെ ഉറങ്ങുന്ന ആ ഒരു കാഴ്ചയാണ്. സച്ചി അവിടെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കിനും രേവതി ആ ഒരു വാതിലിൻ്റെ മറയിൽ വന്ന് നിന്നിട്ട് സച്ചിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു നിപ്പ്. അപ്പം ഇതൊക്കെ കണ്ടു കഴിയുമ്പം നമ്മുടെ ദേവു ആണെങ്കിൽ രേവതിയുടെ പറ്റേ വന്നു. എന്താ ചേച്ചി ഇത്? ചേച്ചിയുടെ ഈ ഒരു നിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ നാണം വരുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ കളിയാക്കാൻ തുടങ്ങി. ഒന്ന് പോടിയൊന്ന് ഒച്ച ഉണ്ടാക്കല്ലേ, ദേ എൻ്റെ സച്ചിയേട്ടൻ നല്ലതുപോലെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. രേവതി വീണ്ടും ആ കാഴ്ചയെ നോക്കി നിൽക്കുകയാണ്. ചേച്ചി ഇങ്ങ് വന്നേ, ചേച്ചി അമ്മ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ദേവു നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് രേവതിയും കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞു, എടി നിൻ്റെ ഉദ്ദേശം എന്തുവാണ്? ദേ ആ ചന്ദ്രമതി എങ്ങാനും സച്ചി ഇവിടെയാണെന്നെങ്ങാനും അറിഞ്ഞാൽ പിന്നെ തീർന്നു. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ദേ എൻ്റെ സച്ചിയേട്ടൻ ഒന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ആ ഉറക്കം കണ്ടാൽ എങ്ങനെയാ അമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നുന്നത്? എൻ്റെ പൊന്നു രേവു, നീ ചുമ്മാ കളിക്കല്ലേ. എത്രയും പെട്ടെന്ന് തന്നെ അവനെ എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് വിടും മോളെ. ചന്ദ്രമതിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സമാധാനം ആവുന്നില്ല എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ ഭയങ്കര ടെൻഷനിൽ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവു പറയുക, അമ്മേ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സച്ചിയേട്ടൻ നിന്ന് പോയില്ലെങ്കിലോ? എടി ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. പോയില്ലെങ്കിൽ പിന്നെ അതിലും വലിയ പ്രശ്നമാകുമെന്നും പറഞ്ഞ് ലക്ഷ്മി തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശരത്താണെങ്കിലോ ഒരു പാക്കറ്റ് പാലും ഒക്കെ വാങ്ങിച്ചിട്ട് വന്ന് നമ്മുടെ രേവതിയോട് പറയുക, ചേച്ചി ദേ പാല് വാങ്ങിയിട്ടുണ്ട്, വേഗം തന്നെ ചായ ഉണ്ടാക്കി സച്ചിയേട്ടന് കൊടുക്കുമെന്ന് പറഞ്ഞു. എടാ സച്ചിയേട്ടൻ നല്ല ഉറക്കമാടാ, പാൽ വാങ്ങിച്ചല്ലോ, ഒരു കാര്യം ചെയ്യാം, സച്ചിയേട്ടന് പരിപ്പോടെ വലിയ ഇഷ്ടമാണ്, ഞാനത് ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു, എൻ്റെ മോൾ നീ അവനെ എങ്ങനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയോ. അതിനിടയ്ക്ക് അവൾ പരിപ്പോടെയും ചായ ഉണ്ടാക്കാൻ പോവാന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും അമ്മയോടല്ലേ ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, അമ്മ തന്നെ പോയി അങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാന്നും പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഒച്ച കേട്ടിട്ടാ സച്ചിയേട്ടൻ ഇപ്പോൾ എഴുന്നേക്കാൻ തുടങ്ങുന്നതെന്നും പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്കിനും സച്ചിയുടെ ഫോൺ ബെല്ല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ പോയിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തു. സച്ചി ആണെങ്കിലോ ഈ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് രേവതിയോട് ചോദിച്ചു, ആരാ രേവതി വിളിച്ചതെന്ന്? അതെ, സച്ചിയേട്ടന് ഒരു ഓട്ടം വന്നിട്ടുണ്ട്, ദാ ആള് ലൈനിലുണ്ടെന്നും പറഞ്ഞ് ഫോൺ എടുത്ത് സച്ചിക്ക് കൊടുത്തതും, പറയൂ സാറേ, എവിടെയാണ് വരേണ്ടത്? ഓക്കെ സാറേ, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വരാമെന്നും പറഞ്ഞ് അവൻ ഫോൺ വെക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഈ ഫോൺ വന്നതും നമ്മുടെ ലക്ഷ്മിയമ്മയ്ക്ക് ആശ്വാസമായി. എത്രയും പെട്ടെന്ന് തന്നെ അവൻ ഇവിടുന്ന് പോകുമല്ലോ. എന്താ മോനെ, ഓട്ടം വന്നതാണോ എന്ന് ചോദിച്ച് ലക്ഷ്മിയമ്മ അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും, അതെ അമ്മേ, ഓട്ടം വന്നതാണ്, പിന്നെ ഭയങ്കര ക്ഷീണമുണ്ട്, നല്ല പോലെ ഫുഡ് കഴിച്ച് ഉറങ്ങിയത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം സച്ചേട്ടാ ഉറക്കക്ഷീണമാണെങ്കിൽ ഇന്ന് പോകണമെന്നില്ല, ആ ഓട്ടം ക്യാൻസൽ ചെയ്തേക്കുന്ന രേവതി പറയുമ്പം ലക്ഷ്മിയുടെ മുഖമൊക്കെ അങ്ങ് വിയർത്തു. ലക്ഷ്മി പറയുന്നുണ്ട്, അതേ ഇച്ചിരി പച്ചവെള്ളത്തിൽ മുഖം കഴുകിയാൽ മതി മോനെ, അപ്പോഴത്തേക്കിന് നീ ഓക്കെ ആകും. രേവതി നീ വേഗം പോയിട്ട് അവന് ചായ ഉണ്ടാക്കി കൊടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെ രേവു ചായ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഇതാ മുഖമൊക്കെ കഴുകി വരുമ്പം നമ്മുടെ കിച്ചണിൽ നിന്നിട്ട് ദേവു പറഞ്ഞു, ചേച്ചി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ദേ
സച്ചേട്ടൻ ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടോ. അമ്മയ്ക്കാണെങ്കിലോ സച്ചേട്ടൻ ഇവിടുന്ന് പോവാത്ത കൊണ്ട് ഭയങ്കര ടെൻഷനുമാണ്. എൻ്റെ പൊന്നുമോളെ, ആടിമാസം ആയതുകൊണ്ടാണ്. ഇപ്പം തന്നെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, മരുമോൻ ഇങ്ങോട്ട് വന്നല്ലേ, ഇന്നിവിടെ നിൽക്കുമല്ലേ എന്നൊക്കെ. ഞാൻ എന്ത് സമാധാനമാണ് പറയേണ്ടത്? നീ ഒന്ന് ആലോചിച്ച് നോക്കെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി അങ്ങോട്ട് വന്നു. രേവതി, ദേ ഞാൻ വന്നിട്ടുണ്ട്, ഞാനേ പോവാട്ടോ എന്ന് പറയുമ്പോഴത്തേക്കിനും ആശ്വാസമായി. എത്രയും പെട്ടെന്ന് തന്നെ അവനെ പറഞ്ഞു വിടെന്ന് പറയാല്ലേ. ലക്ഷ്മിയമ്മയുടെ ഈ ഒരു ടെൻഷനും അതുപോലെ വെപ്രാളമൊക്കെ കാണുമ്പോൾ ദീപവും ശരത്തും ഒക്കെ ലക്ഷ്മിയമ്മയെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിത ആ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സച്ചി പറഞ്ഞു, അതേ രേവതി, എൻ്റെ കൈക്കിതേ നല്ല സൂപ്പർ മീൻകറിയുടെ സ്മെല്ലാണ് ഉള്ളത്. ആ മീൻകറി മിച്ചമുണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ സച്ചിയേട്ടാ എന്താണെന്ന് ചോദിക്കുമ്പം, അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരം വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ആ സച്ചിയേട്ടൻ വരുമെന്ന് ചോദിക്കുമ്പം ഞാൻ വൈകുന്നേരം വരാമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗജാനന്ദൻ്റെ 2 ഗുണ്ടകൾ അവിടെ നിന്ന് സച്ചി പോകുന്നതൊക്കെ നോക്കി നിന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ആടിമാസം ആയതുകൊണ്ട് സച്ചി ഇന്ന് വീട്ടിലുണ്ടാവില്ല. ആ സമയത്ത് തന്നെ രേവതി അങ്ങ് പൊക്കാമെന്നുള്ളൊരു പ്ലാൻ ഇടുകയാണ് ഇവന്മാർ. പക്ഷേ സച്ചി വണ്ടിയിൽ കയറിയതും ആ ഒരു ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതിനിടയിൽ ഇവൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോഴത്തേക്കിനും അവന് മനസ്സിലായി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പണി പാളും. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മഹേഷിനെ വിളിച്ചു. മഹേഷിനോട് പറഞ്ഞു, എടാ ഇന്ന പോലെ ഞാനിപ്പോൾ രേവതിയുടെ വീട്ടിലാണ് ഉള്ളത്, ഒരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ ലൊക്കേഷനും നമ്പറും ഒക്കെ നിനക്ക് സെൻഡ് ചെയ്ത് തരാം, നീ തന്നെ പോയി അത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയോട് വാച്ച് എടുക്കാൻ പറഞ്ഞതും അവളത് എടുക്കാൻ പോയതും ഈ ഗുണ്ടകളെ കണ്ടതും ഒക്കെ ഒരു സമയത്തായതുകൊണ്ട് അവൻ ആ പോക്കങ്ങ് ക്യാൻസൽ ചെയ്തു. എന്താ മോനെ മടങ്ങി വരുന്നതെന്ന് ചോദിച്ച് ലക്ഷ്മി വിശേഷങ്ങൾ ചോദിക്കുമ്പം, അതെ എനിക്ക് ഭയങ്കര ക്ഷീണം, ഇനിയിപ്പോൾ ഈ ക്ഷീണവും വെച്ച് ഞാൻ വണ്ടി ഓടിച്ചാൽ ശരിയാകില്ലല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ വന്നു. സച്ചിമോൻ വന്നിട്ട് എന്താണ് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, ഇല്ല ചേച്ചി, ഇന്ന് ഞാനിവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇവർ കുറേ തമാശയൊക്കെ പറഞ്ഞ് ആ വീട്ടിലുള്ളവരും അതുപോലെ തന്നെ അയൽവക്കക്കാരും ഒക്കെ ആയിട്ട് സംസാരിക്കുക. അതിനുശേഷം നമ്മുടെ സച്ചി ഇതാ ഫുഡ് കഴിക്കാൻ വിളിക്കുക രേവതി. രേവതി പറഞ്ഞു, സച്ചിയേട്ടാ ദേ ഭക്ഷണമൊക്കെ റെഡിയായി, വേഗം നിങ്ങൾ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇവളാണെങ്കിലോ എന്തെന്നേ വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. ഈ സച്ചി കഴിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ട് രേവതിക്ക് വലിയ സന്തോഷമായിട്ടോ. തൻ്റെ ഭർത്താവിന് വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കിനും അവളുടെ മനസ്സ് നിറയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പം ചങ്കത്ത് കൈയും വെച്ച് നമ്മുടെ ലക്ഷ്മിയമ്മ നിൽക്കുകയാണ്. ലക്ഷ്മിയമ്മ നമ്മുടെ രേവതിയുടെ അടുത്ത് പറഞ്ഞു, മോളെ രേവു, ഒന്നകത്തോട്ട് വരാവോ? എന്താ അമ്മേ, സച്ചിയേട്ടൻ ഇവിടെ ഫുഡ് കഴിക്കുന്നത് അമ്മ കാണുന്നില്ലേ? സച്ചിയേട്ടന് ഞാൻ വിളമ്പി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അവളിങ്ങനെ അവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്കിനും ഇങ്ങോട്ട് വാടി, നിന്നോട് എനിക്ക് 2 വർത്തമാനം പറയാനുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയമ്മ രേവതിയെ കയ്യിലിങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിച്ചു, അമ്മ നിങ്ങൾ കഴിക്കുന്നില്ലേ? ദേവും ശരത്തും ഒക്കെ എവിടെ? അവരെ കൂടി വിളിക്കുക, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാമല്ലോ. അത് മോനെ നീ കഴിച്ചോ, ഞങ്ങൾ പിന്നീട് കഴിച്ചോളാമെന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ നമ്മുടെ രേവതിയുടെ കയ്യിൽ പിടിച്ചിട്ട്, മോളെ ഇങ്ങോട്ട് വന്നേ, അമ്മയ്ക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിയാണെങ്കിലോ ഒരു മുരിങ്ങക്കോലൊക്കെ ഇങ്ങനെ ചീമ്പിക്കൊണ്ടിരിക്കുകയാണ്. മുരിങ്ങക്കോല് കഴിച്ചിട്ട് നമ്മുടെ രേവതിയെ സച്ചി ഇങ്ങനെ നോക്കി. അതിനുശേഷമാണെങ്കിലോ, ഞാനിപ്പോൾ വരാട്ടോ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എന്തെങ്കിലും വേണമെങ്കിൽ ദാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് രേവതി നമ്മുടെ ലക്ഷ്മിയമ്മയുടെ കൂടെ അങ്ങ് പോവാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു, എടി നിൻ്റെ ഉദ്ദേശം എന്തോ ആണ്? അവൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. എനിക്കാണ് പേടിയായിട്ട് വയ്യ. നാട്ടുകാരെ കൊണ്ടും അതുപോലെ തന്നെ ആ ചന്ദ്രമതിയെ കൊണ്ടും ഒക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറയും, ഇത് നിങ്ങൾ 2 പേരും തമ്മിലുള്ള പ്ലാൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ ലക്ഷ്മിയമ്മയെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.